മൊഴികളെ സാധൂകരിക്കുന്ന വാർത്തയാണെങ്കിലും അതിലും കൂടുതൽ തെളിവുകൾ നമ്മളുടെ ഒളിക്യാമറയിൽ പൾസർ സുനി വെളിപ്പെടുത്തുന്നു. ഒളിക്യാമറയിൽ എന്ത് ധൈര്യത്തോടെ വന്ന് പറയുന്ന കേട്ടില്ലേ? വീഡിയോ എടുത്ത ആളും അപ്പുറത്തിരിപ്പുണ്ട്, റോഷിപാൽ. ആ വിവരങ്ങൾ കൂടി അന്വേഷിക്കാനാണോ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? ഡോക്ടർ അരുൺകുമാർ, നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് പൾസർ സുനി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV ഒളി ക്യാമറയിൽ നടത്തിയത്. ആ വെളിപ്പെടുത്തലിൽ ചില പരിശോധനകൾ നടത്തേണ്ട സാഹചര്യം വന്നത് നേരത്തെ പോലീസ് നൽകിയ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴിയാണ് കോടതിയിൽ പൾസർ സുനി നൽകിയത്. പ്രത്യേകിച്ച് ഈ കൊട്ടേഷൻ ബലാത്സംഗമെന്ന് പോലീസ് പറയുമ്പോൾ അത് സ്ഥിരീകരിക്കാൻ കോടതിയിൽ പൾസർ സുനി തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, ഈ കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനും ഒരു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചോദ്യത്തിൻ്റെയൊക്കെ വ്യക്തമായ ഉത്തരം പൾസർ സുനി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ, ആ കൊട്ടേഷൻ നൽകിയത് ഈ കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപ്. അത് വിശദമായി പരിശോധിക്കേണ്ടി വരും, അതിൻ്റെ തുടർ നിയമ സാധ്യത. അതിനപ്പുറത്തേക്ക് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ട മൊബൈൽ ഫോണും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും ആ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ച യഥാർത്ഥ മെമ്മറി കാർഡും ഇത് എവിടെയാണെന്ന് കൃത്യമായി അറിയാമെന്ന് സൂചനകൾ. അപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത്. അപ്പോൾ അന്വേഷിക്കുമ്പം ഇതും കൂടി ഒന്ന് അന്വേഷിച്ചാൽ വളരെ നന്നായിരിക്കും. കാര്യം ബെയിലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഇത്തരത്തിലൊക്കെയുള്ള ഒരു രീതിയിൽ ഒരു നാടകം കാണിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരിലും കൂടി ആക്ഷൻ എടുക്കണം. ശരിക്കും ഇതെല്ലാം മനഃപൂർവ്വം ഒരു പ്ലാനിങ് അല്ലായിരുന്നോ? കാര്യം ഇപ്പം ക്രൈംബ്രാഞ്ച് ഇതിനകത്ത് രംഗത്ത് വരുന്നു. ഇപ്പം സുനി പറഞ്ഞ തെളിവുകൾ പരിശോധിക്കാൻ പോകുന്നു. ഇത്രയും നാൾ ഇവൻ പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളൊന്നും പരിശോധിക്കണ്ടായിരുന്നോ? ഇവരെ പിന്നെ എന്തിനായിരുന്നു ജയിലിലിട്ടത്? അപ്പോൾ ഇവ എന്തെല്ലാം കാര്യങ്ങൾ അന്ന് തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. എന്തോന്നടേ ഇതൊക്കെ? ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ ഈ പറയുന്ന പോലെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന് പറഞ്ഞാൽ. ഈ സുനി എന്ന് പറയുന്നവൻ വായും കൊണ്ട് ഇത്രയും ഡയലോഗ് പറയുന്നതല്ലാതെ സുനിയുടെ കയ്യിലും ഒരു തെളിവുമില്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ജനങ്ങളെങ്കിലും അറിയണം. അതായത് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്, ജനങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം. അതിനുള്ളൊരു നാടകം പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ഈ കേസിൻ്റെ വിധി ഒരു പക്ഷേ ദിലീപ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരിക്കാം. അന്നേരം യുവമാർ കണ്ടിട്ട് അടുത്തൊരു പ്ലാൻ ആവാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.